തുടങ്ങാം. നോക്കിയിട്ട് എല്ലാ പെർസെൻറ്റേജിന്റെ ആൻസർ കണ്ടോ? കണ്ടവര് വീഡിയോയിലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യാ, അല്ലാതെ ചെയ്ത ആളുകൾ ഡ്രിങ്കോഡു സ്ട്രിങ്കോഡു ഫ്രിങ്കോഡു എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേക്കുക കേട്ടോ. ഡ്രിങ്കോഡു ഫ്രിങ്കോഡു സ്ട്രിങ്കോഡു ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേക്കുക. വീഡിയോയിൽ വന്നവരിങ്ങനെ ജസ്റ്റ് ഓക്കെ ഹാൻഡ് ഷേക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗുരുശാപം ഉണ്ടാവുക പറഞ്ഞില്ല അവരുണ്ടാവും. ആ ഡ്രിങ്കോഡു സ്ട്രിങ്കോഡു ഫ്രിങ്കോഡു. യാ വിൽ സി. നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs ആണ് നോക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ PYQs നോക്കുമ്പോൾ എങ്ങനെ ചെയ്യലെന്ന് ചോദിച്ചാൽ, ആദ്യം പെർസെൻറ്റേജിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ, PYQ ആണല്ലോ, 10 ക്വസ്റ്റ്യൻ 5-8 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് ചെയ്യും. പിന്നെ ആവറേജിൻ്റെ 5-8 ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല, പെർസെൻറ്റേജിൻ്റെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, ആവറേജിൻ്റെ 1 ഉള്ളൂ, ഏജിൻ്റെ 3 ഉള്ളൂ, ഡയറക്ഷൻ്റെ 4 ഉള്ളൂ. അങ്ങനെ കഷ്ണം കഷ്ണമായിട്ടാണുള്ളത്. പിന്നെ കുറേ മിക്സഡ് ഫ്രാക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും കുറേ നമ്പർ സീരീസ് സംഭവങ്ങൾ കാര്യങ്ങൾ ഒക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് സാധാ PYQ ഡിസ്കഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട്, സാധാ PYQയിൽ എപ്പോഴും ലേറ്റസ്റ്റ് PYQൻ്റെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് മാത്രം ഒരു വീഡിയോ, ആവറേജ് ക്വസ്റ്റ്യൻ മാത്രം വീഡിയോ, അങ്ങനെ ഉണ്ടാവുക. ഇവിടെ നമ്മൾ അങ്ങനെ ആവണമെന്നില്ല. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിരിക്കും. ഇപ്പോൾ പാർട്ട് 1 ആണെന്ന് ഇനി ചിലപ്പോൾ പെർസെൻറ്റേജിലൊന്നും ചെയ്യും, ആവറേജിലും ചെയ്യും, ഏജിലും ചെയ്യും, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഞാൻ ഉദ്ദേശം ക്ലിയർ ആയി എന്ന് കരുതുന്നു, കാരണം അത്ര ഡൈവേഴ്സ് ആയിട്ടാണ് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്ലാസ്സിന് കറക്റ്റ് ടൈമിലൊക്കെ കയറാതെ എപ്പോഴൊക്കെ കയറി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ചാറ്റ് ബോക്സ് കയറി നോക്കിയാൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അല്ലേ. യാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. പെർസെൻറ്റേജ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജിലെ ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, ഈ പെർസെൻറ്റേജ് റേഷ്യോ ഒക്കെ ഒരു പരിധി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സഡ് ഒക്കെ ആയിട്ടുള്ളത്. ഇത് റേഷ്യോൻ്റെ, ഇത് പെർസെൻറ്റേജ്, ഇത് റേഷ്യോ, അങ്ങനെയൊക്കെ വന്നേക്കാം. ബട്ട് ബേസിക്കലി ഇതാണ്: അറേഞ്ച് ദ ഫോളോയിങ് ഹൗസ് ഹോൾഡ്സ് ABCD in terms of increasing percentage of expenditure to their income. Increasing percentage of expenditure to income എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചർ ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. അപ്പം എക്സ്പെൻഡിച്ചറോ ഇൻകോ ഏതോ ഒന്നാണ് അടിയിൽ എഴുതേണ്ടത്, ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. അപ്പോൾ അതിൽ ഏതാണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്? ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2 എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടി വരിക. സോറി 2 എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 ഇങ്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് എഴുതേണ്ടി വരിക എന്ന് ചോദിച്ചാൽ, ബേസിക്കലി വിൽ ബി ഹാവിങ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടി വരിക ഇൻകമാണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടി വരിക. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് 4 എന്ന് പറയുന്നത് 5ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 4 5ൻ്റെ എത്ര പെർസെൻറ്റേജാ? 4 5ൻ്റെ എത്ര പെർസെൻറ്റേജാ? 4 is what percentage of 5? Yeah.
4 is 80% of 5. അതെങ്ങനെ കിട്ടണേ? അത് ആലോചിച്ചാൽ കിട്ടും, അല്ലെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 5ൻ്റെ അല്ലേ? 5 എന്ന് പറഞ്ഞാൽ 100%. അപ്പോൾ 10% എത്ര? 0.5 അല്ലേ? അപ്പോൾ 4 എത്ര 0.5 ഉണ്ട്? 4 8.5 ഉണ്ട്. അപ്പോൾ 80%. അങ്ങനെ ആലോചിക്കാം. ഇനി അടുത്തത് 4.5 എന്ന് പറഞ്ഞാൽ 6ൻ്റെ എത്ര ശതമാനം? 4.5 എന്ന് പറഞ്ഞാൽ 6ൻ്റെ എത്ര ശതമാനം? ആറിൻ്റെ 50% എന്ന് പറഞ്ഞാൽ പകുതി 3. 25% എന്ന് പറഞ്ഞാൽ 3ൻ്റെ പകുതി 1.5. 3ഉം 1.5 ആണ് 4.5. സോ വി ഹാവ് 75%. 75%. ഇനി 5 എന്ന് പറയുന്നത് 8ൻ്റെ എത്ര ശതമാനം? ഓക്കെ, 5 എന്ന് പറയുന്നത് 8ൻ്റെ എത്ര ശതമാനമാണ്? അഞ്ച് എന്ന് പറയുന്നത് 8ൻ്റെ എത്ര ശതമാനം? We have 62.5. ഇനി 3.2 എന്ന് പറഞ്ഞാൽ 4.8ൻ്റെ എത്ര ശതമാനം? 2/3 ആണല്ലേ? 2/3 എന്ന് പറയുമ്പോൾ 66.6%. അപ്പോൾ നമ്മൾ ഓരോന്നും കണ്ടു. എ എന്ന് പറഞ്ഞാൽ 80% ആണ്, ബി എന്ന് പറഞ്ഞാൽ 75% ആണ്, സി എന്ന് പറഞ്ഞാൽ 62.5% ആണ്, ഡി എന്ന് പറഞ്ഞാൽ 66.6% ആണ്. ഓക്കെ, 66.6% ആണ്. ഓക്കെ, ഡി എന്ന് പറയുമ്പോൾ 66.6% ആണ്. ഓക്കെ എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എഴുതുക സി ആണ്, രണ്ടാമതായിട്ട് നമ്മൾ എഴുതുക ഡി ആണ്, മൂന്നാമതായിട്ട് നമ്മൾ എഴുതുക ബി ആണ്, നാലാമതായിട്ട് നമ്മൾ എഴുതുക എ ആണ്. സി ബി ഡി എ. ആഹാ, സി ഡി ബി വാല്യൂ എടുക്കാൻ വേണോ? ഇ എ സി ഡി അല്ലേ? ഓക്കെ പോട്ടെ. Yeah, basically, so this will be the way. So we have 80%, 75%, 62.5%, 66.6%. This is the increasing order. Okay, this is the increasing order C, D, P, A. Yeah, option C. പെർസെൻറ്റേജ് എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ബേസിക്കലി നമ്മളെ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു കണക്ഷൻ, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കണക്ഷൻ പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുമില്ല. 4/5 × 100 ചെയ്താൽ മതി 80 കിട്ടും. 4.5/6 ചെയ്താൽ മതി 75 കിട്ടും. 5/8 ചെയ്താൽ മതി 100 ചെയ്താൽ മതി 62.5 കിട്ടും. 3/2/4/8 × 100 ചെയ്താൽ മതി 66.6 കിട്ടും. ബേസിക്കലി ഈ പെർസെൻറ്റേജ് കാണുന്നതിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ പണ്ടേ നമുക്കറിയുന്ന പെർസെൻറ്റേജ് കാണുന്ന ഇക്വേഷൻ ഇട്ടങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ചെയ്ത് ഇങ്ങനെ അത് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ question 1 വിൽ ബി ഹാവിങ് ഓപ്ഷൻ സി ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ സമയം എടുത്ത് സ്ലോലേ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. ആകെ നമുക്ക് 19 ക്വസ്റ്റ്യനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലുള്ളൂ. നമുക്ക് മതിയായ ദിവസങ്ങളുണ്ട്, നമ്മൾ സമയം എടുത്തിട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് ടുവാർഡ്സ് എൻഡ്. പെർസെൻറ്റേജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒറ്റ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. Now we have a question directly from the average. എന്താണ് average? The average of the ages of 3 persons ABC is 45 years and the average age of ACD is 51 years. If the age of D is what is age of B? Just ഒന്ന് കാണാം. What will be the answer? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആവറേജ് ഏജ് ഓഫ് ദ 3 പേഴ്സൺ ABC ഈസ് 45 years. ഓക്കെ, ആവറേജ് ഏജ് ഓഫ് ACD ഈസ് 51 years. ഡീൻ്റെ വയസ്സ് 56 years. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബീൻ്റെ വയസ്സാണ്. ഓക്കെ, ബീൻ്റെ വയസ്സാണ്. നമുക്കിത് കാണാൻ പറ്റും യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ടോട്ടൽ വാല്യൂ. ഓക്കെ, ടോട്ടൽ വാല്യൂ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക.
അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി സിയുടെ ആവറേജ് 45 അല്ലേ? അവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആവറേജ് ഓഫ് എ ബി സി 45 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ വാല്യൂ ഓഫ് എ ബി സി ബൈ 3 ആണ് ഈ 45 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടൽ വാല്യൂക്ക് പകരം ഞാൻ ഇവിടെ ഏജ് ആയതുകൊണ്ട് ഏജ് എന്ന് എടുക്കുന്നേ. ടോട്ടൽ ഏജ് ഓഫ് എ ബി സി എന്ന് പറയുമ്പോൾ 3 × 45 എന്ന് പറയുമ്പോൾ 135. 3 × 45, ഓക്കെ, വി ഹാവ് 135. ഇനി ഇവിടെ അതേപോലെ എ സി ഡി തന്നിട്ടുണ്ട്. ടോട്ടൽ ഏജ് ഓഫ് എ സി ഡി എത്ര പറഞ്ഞത്? 51. 3 × 51 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 51 എത്ര? 153. അപ്പൊ എന്ത് കിട്ടി? എയും സിയും ഡിയും കൂടി കൂട്ടിയാൽ 153 എന്ന് കിട്ടി. പക്ഷെ ഡീൻ്റെ എത്ര തന്നിട്ടുണ്ട്? 56. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ ആൻഡ് സിന്റെ വാല്യൂ ഓഫ് എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ, ഓക്കെ, വാല്യൂ ഓഫ് എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 153 ഡീൻ്റെ വാല്യൂ ആയിട്ടുള്ള 56 കുറക്കുക 97. ഓക്കെ, അപ്പം വാല്യൂ ഓഫ് എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇറ്റ് as 98. ഇനി നമുക്ക് കാണേണ്ടത് വാല്യൂ ഓഫ് ബി ആണ്. നമുക്ക് എന്തറിയാം? വാല്യൂ ഓഫ് ഇവിടുന്ന് എ ബി ആൻഡ് സി ഈസ് 135. അപ്പൊ വാല്യൂ ഓഫ് ബി എന്താ? 135 വാല്യൂ ഓഫ് എ ആൻഡ് സി കുറച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ 135 കുറക്കണം 97 എന്ന് പറഞ്ഞാൽ 38. 135 കുറക്കണം 97 എന്ന് പറഞ്ഞാൽ വി ഹാവ് 38. ഓക്കെ, വി ഹാവ് 38 as a correct answer here. ഓക്കെ, ക്ലിയർ ആണോ? ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മുടെ ടോട്ടൽ വാല്യൂവിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ വാല്യൂവിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആവറേജ് ഓഫ് ദ ഏജസ് ഓഫ് 3 person എ ബി സി ഈസ് 45 years ആൻഡ് ആവറേജ് ഏജ് ഓഫ് എ സി ആൻഡ് ഡി ഈസ് 51 years. അപ്പോൾ നമുക്ക് 3നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ കിട്ടും. 3നെ 51 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ കിട്ടും. ഡി ഓൾറെഡി തന്നത് കൊണ്ട് ഇതിൻ്റെ ടോട്ടൽ വാല്യൂന്ന് ഡീൻ്റെ വാല്യൂ കുറച്ചാൽ എസിൻ്റെ വാല്യൂ കിട്ടും. ഈ എസിൻ്റെ വാല്യൂ എ ബി സി എന്ന് കുറച്ചാൽ ബീൻ്റെ വാല്യൂ കിട്ടും. സോ ബേസിക്കലി നിങ്ങൾ ആദ്യം അതാണ് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റേണ്ടത്. ചോദ്യം ഒന്നും ഏത് കണക്കും ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യാനാണ് നിങ്ങൾക്ക് ഓക്കെ പറ്റേണ്ടത് എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. സോ ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ടു clear. Okay, moving to the next question. Directions. ഡയറക്ഷനിൽ നമ്മൾ പറഞ്ഞ തിയറി ഓർമ്മ ഉണ്ടല്ലോ. ദിസ് ഈസ് നോർത്ത്, ദിസ് ഈസ് സൗത്ത്, ദിസ് ഈസ് വെസ്റ്റ്, ദിസ് ഈസ് ഈസ്റ്റ്. ഇത് പിന്നെ നോർത്ത് ഈസ്റ്റും, ഇത് പിന്നെ നോർത്ത് വെസ്റ്റും, ഇത് പിന്നെ സൗത്ത് വെസ്റ്റും, ഇത് പിന്നെ സൗത്ത് ഈസ്റ്റും. ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷൻ. അങ്ങനെയല്ല ക്ലോക്ക് ഇറങ്ങാം. ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ എതിരെയുള്ള ഡയറക്ഷൻ. ഇതാണ് ഇതിൻ്റെ ബേസിക് തിയറി. Question 1. A woman walks 70 meters to the south of her house. She then turns left and walks 30 meters and then again turning to north, she walks 40 meters. Now she walks towards her house. In which direction is she walking? എന്തായിരിക്കും? A woman walks 70 meters to the south of her house. She then turns left and walks 30 meters. And then again turning to north, she walks 40 meters. Now she walks towards her house. In which direction is she walking now?
ഓക്കെ, നമുക്ക് ചിത്രം വരച്ച് വെക്കാം. എ വുമൺ വാക്സ് 70 meters ടു ദ സൗത്ത്. ഇപ്പൊ കറക്റ്റ് സെന്ററിൽ നിന്ന് തുടങ്ങും. 70 meters ടു ദ സൗത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ മനസ്സിലാക്കാം, ഇവിടെ മീറ്റർ 70-30 ഒന്നും ഒരു പ്രസക്തിയില്ല. കാരണം ഡയറക്ഷൻ ആണ് ആൻസർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡയറക്ഷൻ ആണ് ആൻസർ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതേസമയം ശ്രദ്ധിക്കേണ്ടത് ഈ 70 കറക്റ്റ് റെഡി ആയിട്ടില്ലെങ്കിൽ പോലും, ഇപ്പൊ ഇതിൽ നമ്മളിങ്ങനെ നോക്കുക, ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഞാൻ വരക്കുന്ന പച്ച കാണുന്നുണ്ടല്ലോ അല്ലേ? അല്ലാതെ ഞാൻ ഇത് ജനറൽ നമ്മളെ ഡയറക്ഷൻ ആണെന്നുള്ളതും റെഡ് നമ്മളെ ആള് പോകുന്ന ഡയറക്ഷൻ ആണെന്നുള്ളതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഓക്കെ, നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഈ 70 മീറ്റർ 40 മീറ്റർ 30 മീറ്റർ എന്നുള്ളത് കറക്റ്റ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്. എന്താണ്? 40 മീറ്ററിന്റെ വര 30 മീറ്ററിനേക്കാളേറെ വലുതായിരിക്കണം. 70 മീറ്ററിന്റെ വര 40 മീറ്ററിനേക്കാളേറെ വലുതായിരിക്കണം. പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ്. അതെന്തുകൊണ്ടറിയോ? ഇതിപ്പം ഇയാളിപ്പോൾ 70 മീറ്റർ അല്ല ഇങ്ങോട്ട് വന്നത്. സപ്പോസ് ഇയാള് ലെഫ്റ്റിലേക്ക് വന്നു എന്ന് പറയാം. എന്നിട്ട് അയാള് 20 മീറ്റർ പോയി എന്ന് പറയുമ്പം 70 മീറ്റർ 100 മീറ്റർ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് 100 എഴുതിയാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ ഇപ്പോഴും ഉള്ളത് എവിടെയാണ്? സൗത്ത് ഈസ്റ്റിലാണ്. പക്ഷെ 100 എന്ന് പറയുമ്പോൾ 70ന്റെ മുകളിൽ ഇവിടെ എത്തുമ്പോൾ അയാൾ നോർത്ത് ഈസ്റ്റിലായി. ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അതായത് വരക്കുന്ന സമയത്ത് 70 മീറ്റേഴ്സിന് എത്ര വര? ഇത്രയേ ഉള്ളൂ. 70 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം എങ്ങനെ ആയിരിക്കണം, 40 എന്ന് പറഞ്ഞാൽ ഏകദേശം എങ്ങനെ ആയിരിക്കണം, 30 എന്ന് പറഞ്ഞാൽ ഏകദേശം എങ്ങനെ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ 70 എക്സാക്ട് 70 സെന്റിമീറ്റർ എന്നുള്ളതോ അത് ഒരു കോമൺ സെൻസ് വെച്ച് വരക്കുക എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നതിനനുസരിച്ച് 70 മീറ്റർ അങ്ങോട്ട് പോയി, 30 മീറ്റർ ഇങ്ങോട്ട് പോയി, 40 മീറ്റർ ഇങ്ങോട്ട് പോയി, 5 മീറ്റർ ഇങ്ങോട്ട്, ഇതൊക്കെയാണ് 70ന്റെ വലുപ്പതാണ്, 40ന്റെ വലുപ്പതാണ്. അങ്ങനെ വരച്ച ആകെ പണിക്കോളും. ഓക്കെ, അവർ ഒരു പ്രൊപ്പോർഷനേറ്റ്ലി നമ്മളൊരു കോമൺ സെൻസ് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ ഉദ്ദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഇപ്പം എന്തായേ? ഇവിടെ എന്തൊക്കെ ആയിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പം വുമണ് 70 എന്നൊന്നും അവിടെ എഴുതി വെച്ചാളി. നിർബന്ധം ഉണ്ടായിട്ടല്ല, നമുക്ക് അതിനേക്കാളേറെ വലുതാണ് അടുത്ത വരക്കുന്നതെന്ന് ഉറപ്പുവരുത്താനേ. സോറി, 70ന്റെ മുകളിലാണെങ്കിൽ 70 മീറ്റർ സൗത്തിലേക്ക് പോയി. പരമാവധി നേരെ വരയ്ക്കുക. ഓക്കെ, വളയാതെ വരക്കാൻ ശ്രമിക്കാം. ഷീ ടേൺസ് ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റ് എന്ന് പറയുമ്പം ഇങ്ങോട്ട് നടന്നു വരുന്ന ഒരാളുടെ ലെഫ്റ്റ് എന്ന് പറയുമ്പം ഇതാണ്. എന്നിട്ട് 30 മീറ്ററാണ് പോയത്. 30 മീറ്റർ പോയി. Then again turning to north. Okay, then again turning to north. നോർത്തിലേക്ക് ടേൺ ചെയ്തിട്ട് ഓക്കെ അവരെന്ത് പോയി? 40 മീറ്റർ പോയി. ഓക്കെ, 40 മീറ്റർ പോയി. ഓക്കെ, നോർത്തിലേക്ക് ടേൺ ചെയ്തിട്ട് അവര് 40 മീറ്റർ പോയി. 40 മീറ്റർ പോയി. സോ വാട്ട് വിൽ ബി ദ ആൻസർ? She returns back. A woman walks 70 meters to the south of her house. She then turns left and walks 30 meters and then again turning to the north. She was 40. Okay, പോട്ടെ. ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലല്ലേ? Now she walks towards her house. ഈ പോയിന്റിൽ നിന്ന് അവർ നടക്കുന്നത് towards her house ആണ്. ആ ഡയറക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. അവരിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതല്ല. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആണ് അല്ലേ? എങ്ങോട്ടല്ലേ പോണ്? ദാറ്റ് ഈസ് നോർത്ത് വെസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനുള്ളത് സൗത്തിന്റെ ഈ അഗാധതയിലാണെങ്കിൽ പോലും ഇങ്ങോട്ടാണ് ഞാൻ നടന്നു പോകുന്നതെങ്കിൽ ഞാൻ പോകുന്ന ഡയറക്ഷൻ നോർത്താണ്. മറിച്ച് ഇപ്പൊ എവിടെയാണ് ഉള്ളത് എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു സൗത്ത് ഈസ്റ്റിലാണ്. മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പം ദേ മേ ആസ്ക് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓർ ഡയറക്ഷണൽ പൊസിഷൻ ഓഫ് ദ വിമൺ ഇൻ കമ്പയർ ടു ഹർ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ദാറ്റ് ഈസ് ഷീ ഈസ് ഇൻ ദ പൊസിഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ്.
But if the question is towards which direction she had to move so as to reach her home എന്ന് പറയുമ്പം we have it as northwest. Okay, northwest. I hope it's clear. അപ്പം ആ ലാസ്റ്റ് പോയിന്റ് കൂടി ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷീസ് വാക്ക്, ഇനി എങ്ങോട്ടാണ് വാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ചോദിക്കും. അപ്പം ആ ഒരു ആസ്പെക്ട് കൂടി മനസ്സിലാക്കണം. സോ വിൽ ബി ഹാവിങ് ഓപ്ഷൻ ഡി, നോർത്ത് വെസ്റ്റ് as a correct answer. Okay, option D, northwest as a correct answer. Moving to question number 4. A man is facing north direction. He turns 90 degrees in anti-clockwise direction and then 135 degrees in the same direction. He then turns 270 degrees in the clockwise direction. Which direction man facing now? ഇതിൽ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ഇതിനെ ഡയറക്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ 90 ഡിഗ്രി എന്ന് പറയാം. 90 ഡിഗ്രി എന്ന് പറയാം. അങ്ങനെ ഇത് ഓരോന്നും 90 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ ഈ ഹാഫ് ഉണ്ടല്ലോ, ഈ ഹാഫിനെയാണ് നമ്മൾ 45 എന്ന് പറയാം. അത് എല്ലാത്തിൻ്റെയും ഹാഫ് 45 തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാത്തിൻ്റെയും ഹാഫ്, അതായത് ഈ ഹാഫ് 45 ആയിരിക്കും, ഈ ഹാഫ് 45 ആയിരിക്കും, ഇവിടെയുള്ള ഈ ഹാഫ് 45 ആയിരിക്കും, ഇവിടെയുള്ള ഹാഫ്, ഇവിടെയുള്ള ഹാഫ്, ഇവിടെ മൊത്തം എല്ലാ ഹാഫുകളും, ഓക്കെ, എല്ലാ ഹാഫുകളും വിൽ ബി ഹാവിങ് 45. ഇല്ലല്ല, സൈഡ് ഞാൻ മാറ്റിയതല്ല, ഞാൻ നിങ്ങൾക്ക് ഈ ആംഗിൾ പഠിപ്പിക്കാൻ വേണ്ടി പിറകോട്ടാക്കിയതാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് പോയിട്ട് കളിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. ഐ എം ജസ്റ്റ് എത്രയാണ് ആംഗിൾ എന്ന് പഠിപ്പിക്കുകയാണേ. ഓക്കെ, ക്വസ്റ്റ്യൻ പഠിപ്പിക്കുകയല്ല. ഓക്കെ, ഇതിനാണ് 45 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇതിനെ നമുക്ക് ഈ ടോട്ടൽ ആയിട്ടുള്ളതിനെ നമ്മൾ 180 ഡിഗ്രി എന്ന് പറയും. അതായത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എന്തോ ഒരു സ്കൂളിൽ ഒരു സാധനം ഒരു സാധനം ഉപയോഗിക്കില്ല, പ്രൊട്രാക്ടർ എന്നല്ലേ അതിൻ്റെ പേര്, ആ സാധനം, അത് പ്രകാരമുള്ള ഇതാണ് 80. ഇനി ഞാൻ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ വരികയാണെങ്കിൽ അതിനെയാണ് 270 എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് തുടങ്ങിയിട്ട് ഞാൻ അതുവരെ എത്തണമെങ്കിൽ അതിനെയാണ് 360 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ 360 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്നുകൂടി ക്ലാരിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ, ക്ലാരിറ്റി ആയിട്ടെന്നല്ല, നമുക്കറിയാം ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പോകുന്ന ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പോകുന്ന ഓപ്പോസിറ്റ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ 45 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തുമ്പോൾ 45 ഡിഗ്രി എന്നാണ്. ഇനി ഞാൻ 90 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഈ സഞ്ചരിച്ച സാധനം, ഓക്കെ, ഇതാ ഇവിടെ എത്തുമ്പോൾ അതിനെ നമുക്ക് 90 ഡിഗ്രി എന്ന് പറയും. ഞാൻ 135 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ 90ലേക്ക് 45 കൂടി കൂട്ടിയതാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ സെൻറ്ററിൽ എത്തുമ്പോൾ ഞാൻ 135 ഡിഗ്രി സഞ്ചരിച്ചു. ഞാൻ 180 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അത് ഇവിടെ എത്തുമ്പോൾ 180 ഡിഗ്രി സഞ്ചരിച്ചു. ഞാൻ 225 ഓക്കെ ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പം ഇവിടെ ഈ പകുതിയിലെത്തും. 225 കിട്ടുന്നത് 150ക്ക് 45 കൂട്ടുന്നത്. 270 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എത്തും. 315 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എത്തും. ഓക്കെ, 360 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എത്തും. ഇത്രയാണ് ഡിഗ്രി സഞ്ചരിച്ച ആസ്പെക്റ്റിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ടാവുക. ഓക്കെ, ഡിഗ്രി സഞ്ചരിച്ച ആസ്പെക്റ്റിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ടാവുക. ഓക്കെ, ഇത്രയാണ്. സോ